ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറന്നു പോരുത് കേട്ടോ. മറക്കാണ്ട് ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തോളാം. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് അപ്പോൾ തലേദിവസം നമ്മൾ കിച്ചൺ തുടച്ച് ആ ടവലൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടാവും. അപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും അത് ഉണങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊന്ന് വെറുതെ ഒന്ന് മടക്കി വെച്ചു. പിന്നെ ചേട്ടൻ അവിടെ ചോറിന് വെള്ളം വെക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ പെട്ടില്ല എന്നുള്ളത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ എഡിറ്റ് ചെയ്തപ്പോഴാണ് കണ്ടത് കേട്ടോ. ചോറിനുള്ള വെള്ളം ചേട്ടൻ കലത്തിലാക്കി വെക്കുന്നുണ്ട്. ഞാൻ ചായ വയ്ക്കാമെന്ന് വെച്ചിട്ട് പാത്രം എടുത്തപ്പോൾ ആ കുടത്തിൽ ഇതിലേക്ക് ഇത്തിരി ഒഴിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിറയെ നിലത്ത് പോയി കേട്ടോ. അപ്പോൾ അതൊക്കെ തുടച്ചിട്ടാണ് പിന്നെ രണ്ടാമത് ചായ വയ്ക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഇന്ന് ശ്രീകുട്ടൻ്റെ കോളേജിൽ പോകണം. പിന്നെ ഇന്ന് ഇഞ്ചക്ഷൻ ഉണ്ട്, അവിടേക്ക് പോകണം. പിന്നെ ആദ്യത്തിൻ്റെ ഒരു ആവശ്യത്തിന് ബാങ്കിൽ പോകണം. അങ്ങനെ എല്ലാവരുടെ ആവശ്യങ്ങൾ ഉള്ള ദിവസമാണ്. അപ്പോൾ നമുക്ക് ജോലിക്ക് പോയാലും നമ്മുടെ വീട്ടുകാര്യങ്ങൾക്കൊന്നും ഒരു മുടക്കം കൂടാതെ നടത്തണമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇടയ്ക്കൊക്കെ ചെയ്യുക. ചിലപ്പോൾ ഒക്കെ രാവിലെ തന്നെ പോയി 10 മണിയാകുമ്പോഴേക്കും ഓഫീസിലെത്തും. അപ്പോൾ അങ്ങനെ ലീവാക്കേണ്ടി വരാറില്ല. പക്ഷേ 2-3 കാര്യങ്ങളല്ലേ ഇന്ന്. അപ്പോൾ എല്ലാതും കൂടിയും എന്തായാലും അങ്ങനെ നേരത്തെ പറ്റില്ല. അപ്പോൾ എല്ലാതും കൂടി ആയപ്പോൾ ഒരു ഹാഫ് ഡേ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ജോലിക്ക് പോകണമല്ലോ. അപ്പോൾ രാവിലെ ഞാൻ വിചാരിച്ചു ചോറും കറിയും ഒക്കെ ഉണ്ടാക്കണേറ്റ് നല്ലത് ഒരു ടൊമാറ്റോ റൈസും ഒരു എഗ് റോസ്റ്റും മുട്ട റോസ്റ്റും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ എളുപ്പത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ചോറിനുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ അരി വേവിക്കാനാണ് കേട്ടോ വെച്ചത്. പച്ചരിയാണ്, റേഷൻ അരിയുടെ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. മറ്റേ അരിയൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്നല്ല തീരുമാനിച്ചത്. അപ്പോൾ അത് കാരണം കൊണ്ട് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്, മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അത് ആ റോസ്റ്റിനുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. 3-4 സവോള എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തിരി ഗ്രേവി വേണ്ടേ. അതിനിടയ്ക്ക് ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. ചായ ഒന്ന് എടുത്തു വെച്ചു കേട്ടോ. ചായ കുടിക്കാൻ അങ്ങനെ ഇരുന്നൊന്നുമില്ല, അതിൻ്റെ ഇടയിലൊക്കെ കുടിക്കുകയാണ് ചെയ്തത്. മുട്ട അപ്പോഴേക്കും ആയിട്ടുണ്ട്. അത് ഒന്ന് തോല് കളഞ്ഞ് വെക്കണം. ചോറും കറക്റ്റ് ഒരു എന്താ പറയുക, അരി കടിക്കരുത്, ആ ഒരു വേവിലെടുക്കണം കേട്ടോ. ഒരു 3/4 വേവൊക്കെ ആവാൻ പാടുള്ളൂ. പിന്നെ അതിലേക്ക് മുട്ട എഗ് റോസ്റ്റിലേക്കുള്ള സവോളയും തക്കാളിയും കൂടിങ്ങാട്ട് മിക്സി ഫ്രിഡ്ജിൽ നിന്നൊക്കെ ആയിട്ടാണ് നവല് വരുന്നത്. കുക്കറിൽ വെച്ചിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിങ്ങാട്ട് ഒറ്റ വിസിലടിച്ച് അപ്പം തന്നെ തുറക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് വഴണ്ട് കിട്ടും. അങ്ങനെയാകുമ്പോൾ വലിയ അങ്ങനെ ഇളക്കാനും അങ്ങനത്തെ ഒന്നിനും നോക്കാൻ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ അതാ ടൊമാറ്റോ റൈസിന് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് അതിലേക്ക് കുറച്ച് മസാലകൾ ഇട്ട് കൊടുത്തു കേട്ടോ. കയ്യിലുള്ളത് ഇട്ട് കൊടുത്തു എന്ന് മാത്രം. പിന്നെ ഒരു സവോള, ഇത്തിരി വലിയ സവോളയായിരുന്നു, ഒരു സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി കുറച്ചും വെളുത്തുള്ളി കൂടുതലായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. വല്ലാണ്ടൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. പിന്നെ ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി ഒരു ഇത്തിരി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഗരം മസാല ഇട്ടു. ബീഫ് മസാലയൊക്കെ ഉണ്ടെങ്കിൽ, ഇറച്ചി മസാലയില്ലേ, അതൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിലാകുമ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും വറുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഈ തക്കാളി 3-4 അടിച്ച് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വെളിച്ചെണ്ണ തെളിയുന്ന വരെ മൂപ്പിച്ചെടുക്കണം. ഞാൻ ടൊമാറ്റോ റൈസൊക്കെ ഇട്ടിട്ടുണ്ട്, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണമെന്ന് മാത്രം കേട്ടോ. മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു. ഇതൊക്കെ പച്ചമുളകൊക്കെ മാറി കഴിഞ്ഞപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചേക്കണ അരിയും കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തു. അപ്പോൾ ഉപ്പ് അരിയിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മസാലയ്ക്കുള്ള ഉപ്പ് മസാലയിലും ചേർത്തിട്ടുണ്ടായിരുന്നു. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ചു. ഇത്രയുള്ള ടൊമാറ്റോ റൈസ് റെഡി കേട്ടോ. പെട്ടെന്ന് തന്നെ ആവും. പിന്നെ എഗ്ഗ് റോസ്റ്റ് ചെയ്യാനുള്ള സവാളയും തക്കാളിയൊക്കെ ഇതായിട്ടുണ്ട്. അപ്പോൾ അത് ചീഞ്ചട്ടിലേക്ക് ഒഴിച്ച് ഇത്തിരി വെള്ളം ഉണ്ടായിരുന്നു, അത് ആ വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ഇത്തിരി നെയ്യ് ഒഴിച്ചു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലായാലും ബീഫ് മസാല, അതായത് ഇറച്ചി മസാല ഇടുകയാണെങ്കിൽ നല്ലതാണ്. എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണം കൊണ്ട് ഗരം മസാല വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ മൂത്ത് പച്ചമണം മാറി കഴിയുമ്പോൾ മുട്ട ഒന്ന് മുറിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇടുക. അപ്പോഴാണ് നല്ല ടേസ്റ്റ് എനിക്ക് എപ്പോഴും തോന്നാറ്. അപ്പോൾ അത് കാരണം അങ്ങനെ ഇട്ടു. ലാസ്റ്റ് ആ വെള്ളം മാറ്റി വെച്ചെന്ന് പറഞ്ഞില്ലേ, അതും കൂടി ഒഴിച്ച് വെച്ചു. അതിന് പകരം നാളികേരപ്പാൽ ഒഴിക്കാൻ വെച്ചാൽ അതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ എല്ലാതും ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്ത് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് അങ്ങനെ എഗ് റോസ്റ്റും തയ്യാറായി. നമ്മുടെ ജോലികളൊക്കെ പെട്ടെന്ന് തീർന്നില്ലേ. അപ്പോൾ അങ്ങനെ പുറത്തേക്കൊക്കെ പോകണം, തിരക്കാണ്. അപ്പോൾ കുറേ കിടന്ന് അടുക്കളയിൽ മുഷിയാണ്ട് ഇനിയും ഉച്ചവരെ അങ്ങനെ ഓടിണ്ട് നടക്കണ്ട. പിന്നെ അത് കഴിഞ്ഞ് ഓഫീസിൽ പോകണം. അപ്പം ഞാൻ ഇത്തിരി തിരക്ക് കുറയ്ക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്നിങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ പാത്രങ്ങൾ വേഗം ഒന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ശ്രീകുട്ടൻ്റെ ചോറ്റുപാത്രം കഴുകിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് കഴുകാനായിട്ട് വന്നു. പിന്നെ ബാക്കിയുള്ളതൊന്നും ഞാൻ ഷൂട്ട് ചെയ്യാനായിട്ട് നിന്നില്ല കേട്ടോ.
പിന്നെ നമ്മൾ കോളേജിലേക്ക് പോവാണ്. കോളേജിൽ പോകണതിൻ്റെ അവിടെ നല്ലൊരു തെങ്ങും പറമ്പുണ്ട്. അപ്പോൾ ടോവിനോൻ്റെ തെങ്ങും പറമ്പാന്നൊക്കെയാണ് ശ്രീകുട്ടൻ പറയണത്. പക്ഷെ അവിടെ എഴുതി വെച്ചാൽ വീട്ടുപേര് വെച്ചിട്ട് എനിക്കതങ്ങനെ തോന്നിയില്ല കേട്ടോ. എന്താ വെച്ചാൽ ഈ ടോവിനോൻ്റെ വല്യപ്പൻ്റെ വീടൊക്കെ ഞങ്ങളുടെ ആനന്തപുരത്തുണ്ട്. അപ്പോൾ അവരുടെ വീട്ടുപേര് നമുക്കറിയാമല്ലോ. അപ്പോൾ അതൊന്നും അല്ല. ഇനിയിപ്പോൾ വേറെ വല്ല ബന്ധുക്കളുടെ അങ്ങനെ നമുക്കറിയില്ല. അതെന്തെങ്കിലും ആവട്ടെ. അങ്ങനെ കോളേജിലെത്തി. കോളേജിൻ്റെ ഗേറ്റൊക്കെയാണ് കാണിച്ചത്. സഹൃദയ കോളേജ് പുൽപ്പാറക്കുന്നിലാണ് കേട്ടോ. എൻജിനീയറിംഗ് കോളേജല്ല, ഇത് അഡ്വാൻസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട് വേറെ കോളേജാണ് കേട്ടോ. രണ്ട് സഹൃദയ തന്നെ അടിപൊളി കോളേജാണ്. അപ്പം അങ്ങനെ അവിടെയൊക്കെ പോയി ഒന്ന് കണ്ടൊക്കെ തിരിച്ച് വന്നു. അങ്ങനെ കോളേജ് ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ പിടിച്ചു നിർത്തില്ല കേട്ടോ. എനിക്കൊരു ടെൻഷൻ. എനിക്കിങ്ങനെ പുറത്ത് പോയി വീഡിയോ പിടിക്കുമ്പോൾ ഭയങ്കര ഒരു ടെൻഷനാണ്. അപ്പോൾ അത് കാരണം ചെറുതായിട്ടൊന്നും എടുത്തു. അത് കാരണമാണ് ഭയങ്കര കുലുക്കോ അങ്ങനെയൊക്കെ വന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് കാണിച്ചൊന്നു മാത്രം. നല്ല ഭംഗിയുള്ള കാഴ്ചകളല്ലേ, അത് കാരണം കൊണ്ടാണ്. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തിൻ്റെ ആവശ്യത്തിന് ഒരു ബാങ്കിൽ പോകണം. അപ്പോൾ അവർ സ്കൂളിൽ വന്ന് അവർക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് അപേക്ഷയ്ക്ക് വാങ്ങിച്ച് പോയിട്ടുണ്ടായിരുന്നു. ഫോൺ നമ്പർ കൊടുക്കാനാണ്. ബാങ്ക് ഓഫ് ബറോഡയാണ്. അപ്പോൾ അത് തപ്പിയെടുക്കാൻ തന്നെ കുറേ സമയം പിടിച്ചു കേട്ടോ. പിന്നെ 12 മണിക്കുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തണ്ടേ ഇഞ്ചക്ഷൻ ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ വേഗം ഒരു ഓട്ടോ പിടിച്ച് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോയി. 12 മണി കഴിഞ്ഞു. എന്നാലും ഒ പി ടിക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ പിന്നെ കാഷ്വാലിറ്റിയിലൊക്കെ കാണിച്ച ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ. ഇത് ഈ പറഞ്ഞ മാതിരി ആരും അറിയാണ്ട് പിടിക്കുന്ന കാരണം കൊണ്ടാണ് ഇങ്ങനെ ഈ കുലുക്കം ഇതൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് വേഗം തന്നെ ചെന്ന് ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ ഒരാളെന്തായാലും നമ്മുടെ കൂടെ വേണമല്ലോ. അപ്പോൾ ചേട്ടനെ അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ ചേട്ടൻ ജോലി ചെയ്യുന്നത്. അപ്പോൾ ചേട്ടനെ വിളിച്ച് എത്തി കണ്ട നല്ല തിരക്ക് തന്നെയാണ് ഈ നേരമായിട്ടും. അങ്ങനെ ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് തിരിച്ച് ഞാൻ ജോലിക്ക് പോയി. ജോലി സ്ഥലത്തൊന്നും ചെന്നിട്ട് പിന്നെ ഷൂട്ട് ചെയ്തില്ല കേട്ടോ. പിന്നെ ഞാൻ വൈകുന്നേരം എനിക്ക് ഇന്ന് തിക്കും തിരക്കായിരുന്നു കേട്ടോ. ഓഫീസിലൊക്കെ ഉച്ച തിരിഞ്ഞും എന്താ പറയുക ആകെ ഫോൺ വിളിയും തിക്കും തിരക്ക് അങ്ങനെ എന്തൊക്കെയോ കുറേ ജോലിയല്ല എന്തോ ഭയങ്കര ഒരു അസ്വസ്ഥതയായിരുന്നു. അപ്പം ഞാൻ വന്നപ്പോൾ ഇനി ചോറും കറിയും ഒക്കെ വെക്കണ്ടേ. അപ്പോൾ അതിൽ നല്ലത് 10 പൊറോട്ട വാങ്ങിച്ച് ഇങ്ങോട്ട് പോന്നു കേട്ടോ. ഞാൻ ഇന്നത്തെ ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ച്. അപ്പം ഇന്നെല്ലാം എളുപ്പപ്പണിയായിരുന്നു. എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ വേണ്ടേ അല്ലേ, നമുക്കും ഒരു റെസ്റ്റ്, കുട്ടികൾക്കും സ്പെഷ്യൽ ഫുഡ് അങ്ങനെയായല്ലോ. അങ്ങനെ അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പക്ഷേ ശ്രീകുട്ടൻ ഞാൻ വരുമ്പോഴേക്കും ടൊമാറ്റോറൈസ് കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ എന്തേ ഫോൺ വിളിച്ച് പറയാമായിരുന്നു ചോദിച്ചു. ഞാൻ ഒരു പ്രാവശ്യം വിളിച്ചു, അവർ ഫോൺ എടുത്തില്ല. ആയത്തിനെ വിളിച്ചത് കേട്ടോ. ശ്രീകുട്ടനാണെങ്കിൽ ഞാൻ തിരിച്ച് വിളിക്കുമായിരുന്നു. അപ്പോൾ തിരിച്ച് വിളിക്കാണ്ടായ കാരണം പിന്നെ ഞാൻ വിളിക്കാണ്ടിരുന്നത് ഒന്നും കഴിക്കായിരുന്നു പറയാനായിട്ട്. പിന്നെ പൊറോട്ടയ്ക്ക് ഇന്ന് ബാക്കിയായി. വിചാരിച്ചത്ര ഒരു ചിലവ് ഇന്ന് പൊറോട്ടയ്ക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ 10 പൊറോട്ട പെട്ടെന്ന് കഴിയാറുണ്ട്. ഇന്ന് വലിയ ചിലവ് അങ്ങോട്ട് ഉണ്ടായില്ല. പിറ്റേ ദിവസത്തേക്ക് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പൊറോട്ടയൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് ഒരു അരമണിക്കൂറൊക്കെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു കേട്ടോ. അതൊന്നും വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് നിന്നില്ല. പിന്നെ ഞാൻ അപ്പം എന്തായാലും ഞങ്ങൾ അടുക്കളയിലൊന്നും പണികളില്ലല്ലോ. അപ്പോൾ അലക്കാനായിട്ട് തുണികൾ മെഷീനിലേക്ക് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതുകൊണ്ട് മെഷീനിലിട്ടു. പിന്നെ അത് അടുക്കളയിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ അടുക്കള ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചു. വല്ല ഡീപ്പ് ക്ലീനിങ് ഒന്നല്ല, എന്നാലും അത്യാവശ്യം ഒന്ന് ക്ലീൻ ആക്കണ്ടേ. നമുക്ക് വൈകുന്നേരം തന്നെ ക്ലീൻ ആക്കിയിട്ടാൽ രാവിലെ അടുക്കളയിലേക്ക് എത്തുമ്പോൾ നല്ല ഫ്രഷ്നെസ് അല്ലേ. അപ്പോൾ രാത്രി എന്തായാലും അടുക്കള അലങ്കോലാക്കി ഇടാണ്ടിരിക്കുക. മിക്കവാറും ആൾക്കാരൊക്കെ ഇപ്പോഴൊക്കെ പാത്രം കഴുകി വയ്ക്കും. പണ്ടൊക്കെയാണ് അല്ലേ മുറ്റത്തൊക്കെ പാത്രം കഴുകലൊക്കെ ആകുമ്പോൾ പാത്രമൊന്നും കഴുകാണ്ടൊക്കെ അവിടെ ഇട്ട് പിന്നെ രാവിലെ എഴുന്നേറ്റ്. അന്നൊക്കെ കറണ്ടും ഉണ്ടാവില്ല. കറണ്ട് ഉണ്ടായാലും മുറ്റത്തൊന്നും ലൈറ്റ് ഉണ്ടാവണമെന്നില്ല. അന്നങ്ങനെയല്ലേ ബൾബൊക്കെ ചുരുക്കി കറണ്ട് ബില്ല് കൂടാണ്ടിരിക്കാൻ. ഇപ്പം അങ്ങനെയൊന്നുമല്ല. നമ്മുടെ പണി ലാഭമാണ് നോക്കുക, കറണ്ട് ബില്ലല്ലല്ലോ. നമ്മുടെ ആരോഗ്യം അങ്ങനെയൊക്കെയല്ല നോക്കുക. അപ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ തേച്ച് കഴുകിയൊക്കെ വയ്ക്കും. പിന്നെ അപൂർവം ചിലവരൊക്കെയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് അതൊന്ന് കഴുകി വയ്ക്കുക, ഒന്ന് തുടച്ചെടുക്കുക. അപ്പോൾ ഗ്യാസിൻ്റെ അടിയിലൊന്നും അങ്ങനെ വേസ്റ്റ് അങ്ങനെയൊന്നും ഇല്ല ഞാൻ നോക്കിയപ്പോൾ. അപ്പോൾ പിന്നെ വേഗം ഒന്ന് തുടച്ചെടുത്തു കേട്ടോ. മുക്കും മൂലയൊക്കെ ഒന്ന് ചേർത്ത് തുടച്ചെടുത്തു. അപ്പം തന്നെ അടുക്കള നല്ല ക്ലീൻ ആയി. പിന്നെ ഒരു ദിവസം ലൈസോളൊക്കെ വെച്ച് നല്ല ഡീപ്പ് ക്ലീനിങ് ചെയ്യണം. ഇന്ന് ഡീപ്പ് ക്ലീനിങ് ഒന്നുമല്ല, എന്നാൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ കിച്ചണൊന്ന് ക്ലീൻ ആക്കിയിട്ടാ. ഇന്നെന്തോ നല്ല സമാധാനത്തിൽ 8 മണിയൊക്കെ ആയപ്പോഴേക്കും എല്ലാ ജോലിയും കഴിഞ്ഞ പോലെയായല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് അതൊക്കെ ഒന്ന് തുടച്ചെടുക്കാണ് കേട്ടോ. അപ്പോൾ തുണികൾ അലക്കാനായിട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാനത് വിരിച്ചിടാനൊക്കെ ശ്രീകുട്ടനെയോ ചേട്ടനെയോ അങ്ങനെയൊക്കെ ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്താ വെച്ചാൽ എഡിറ്റിങ് അത്യാവശ്യം 1.5 മണിക്കൂറിൻ്റെ ഒരു പണിയാണ്. പിന്നെ നമ്മൾ മിനി വ്ളോഗും അങ്ങനെ റെസിപ്പിയൊക്കെ എഡിറ്റ് ചെയ്യാൻ വെച്ചാൽ പിന്നെയും സമയം അങ്ങനെ പോകും കേട്ടോ. നമ്മൾ വിചാരിക്കാണ്ടിങ്ങനെ സമയം ഓടി ഓടി പോവും എഡിറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അത് കാരണം കൊണ്ടാണ്. പിന്നെ ഞാൻ അതോടുകൂടി തന്നെ ആ
നമ്മുടെ സിങ്കും കൂടി ഒന്ന് കഴുകിയെടുത്തു കേട്ടോ. അപ്പോൾ അതേ തുണി തന്നെ കുറച്ച് സോപ്പോ അല്ലെങ്കിൽ ലിക്വിഡോ ഒഴിച്ച് കണ്ടിട്ട് അതുകൊണ്ട് തന്നെ തേക്കാൻ വെച്ചാൽ അപ്പം തന്നെ അങ്ങോട്ട് കഴുകുമ്പോൾ നല്ല ക്ലീനായി കിട്ടും. നമ്മുടെ ആ തുണിയിലത്തെ അഴുക്കും കൂടി നന്നായിട്ടൊന്ന് പോയി കിട്ടും കേട്ടോ. അപ്പോൾ തുണി അങ്ങനെ വഴുവഴുപ്പ് അങ്ങനത്തെ ഒന്നും വരില്ല. അപ്പം തന്നെ പ്രത്യേകിച്ച് വൈകുന്നേരം കേട്ടോ. പകൽ പറ്റിയില്ലെങ്കിൽ ഒരു വൈപ്പർ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് എന്നും മറക്കാണ് കേട്ടോ. വൈപ്പർ ആകുമ്പോൾ ഇങ്ങനെ അധികം തുണികൾ നമുക്ക് അഴുക്കാവുക അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. ആ പൈപ്പും ഒക്കെ അതേപോലെ ഒന്നും തുടച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഒന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്യണം എന്ന് വെച്ചാൽ വയ്യായ മാറിയിട്ട് ഡീപ്പ് ക്ലീനിങ് കിച്ചൺ ഇതുവരെയും ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. എന്നാലും ഇന്നത്തെ ക്ലീനിങ് നല്ല സൂപ്പറായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് ക്ലീനാക്കി. അങ്ങനെ പാത്രം കഴുകലും തുടയ്ക്കലും കിച്ചൺ ടവൽ കഴുകലും അങ്ങനെയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ നേരത്തൊക്കെ തുടയ്ക്കുമ്പോൾ ഞാൻ ആ കിച്ചൺ ടവൽ ഞാൻ പുറത്തേക്ക് തന്നെ ഇടും കേട്ടോ. അടുക്കളയിലൊന്നും വിരിച്ചിട്ടില്ല. ലാസ്റ്റ് ചോറ് വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം തന്നെ ചോറ് വെച്ചേക്കും കേട്ടോ. അത് ചേട്ടൻ്റെ ഡ്യൂട്ടിയാണ്. ചോറൊന്ന് തിളപ്പിച്ച് ഇറക്കി വയ്ക്കുക എന്നുള്ളത് ചേട്ടൻ്റെ ഡ്യൂട്ടിയാണ്. എഡിറ്റ് ചെയ്ത് ഇടയിൽ പിന്നെ ഞാൻ എഴുന്നേറ്റ് വരില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ചൊക്കെ സഹായിക്കാണ്ടൊന്നും നമുക്ക് ജോലിയും യൂട്യൂബും അങ്ങനെ എല്ലാതും കൂടിയും ഒരുമിച്ചൊന്നും കൊണ്ടുപോകാൻ സാധിക്കില്ല കേട്ടോ. ഒറ്റയ്ക്ക് തന്നെ എല്ലാതും ഞാനങ്ങോട്ട് എടുക്കുമ്പോഴാണ് എനിക്ക് ഈ വയ്യാണ്ടാവണതും ശരീരവേദന വരുന്നതും ഒക്കെ കേട്ടോ. റെസ്റ്റ് തീരെയില്ലാണ്ട് ഇപ്പം തന്നെ നമ്മുടെ ആ പുല്ല് പറിച്ചിട്ട് എന്താ പറയുക പുറമൊക്കെ വേദനയൊക്കെ പോയി. പക്ഷെ നമ്മുടെ തൊണ്ട ഭയങ്കര വേദനയാണ് കേട്ടോ. തൊടയുടെ മസിൽ. അപ്പോൾ ഒരുവിധം നാളേക്കൊക്കെ ആകുമ്പോഴേക്കും ശരിയാവുമെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം ഞാൻ ഉപ്പുവെള്ളമൊക്കെ പിടിച്ച് ആവിയൊക്കെ പിടിച്ച് അങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അടിഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് മുക്കും മൂലയൊക്കെ ചേർത്ത് അങ്ങനെ തുടച്ചെടുത്തു. അപ്പം ഞാൻ ആദ്യം ഒന്ന് നന്നായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തുടയ്ക്കും കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ ഭക്ഷണത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണങ്ങി പിടിച്ചൊക്കെ ചിലപ്പോൾ ഇരിക്കുന്നുണ്ടാവും. നമ്മൾ ചിലപ്പോൾ കണ്ടുവെന്നൊന്നും വരില്ല കേട്ടോ. അതിന് മാത്രം കാണാൻ മാത്രമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അധികമാകുമ്പോൾ അതൊരു വൃത്തികേടാണ്. അപ്പോൾ ആദ്യം ഒന്ന് നന്നായിട്ട് ഉരച്ചെടുത്ത് പിന്നെ ഇങ്ങനെ റൗണ്ടായിട്ട് തുടച്ച് അങ്ങനെ എടുക്കും കേട്ടോ. അങ്ങനെ ഇന്നത്തെ 8 മണിയാകുമ്പോഴേക്കും നമ്മുടെ അടുക്കള ക്ലോസ് ചെയ്തു. ഇന്ന് നല്ല ഹാപ്പി ആയിട്ട് ഒന്ന് റിലാക്സ് ചെയ്ത ഒരു ദിവസം കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാമല്ലേ. അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ആ തുണികൾ വിരിച്ചിടാനേ പറ്റുള്ളൂ. അത് ഞാൻ പറഞ്ഞില്ലേ ചേട്ടനെ ശ്രീകുട്ടനെ എങ്ങനെ ഏൽപ്പിക്കാമെന്ന് ചോദിച്ചു. ശ്രീകുട്ടൻ തലേദിവസമൊക്കെ ഇരുന്ന് പഠിച്ചിട്ട് നാളെ എക്സാം ഇല്ല. അപ്പോൾ വേഗം ചിലപ്പോൾ കിടന്ന് ഉറങ്ങും. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് തുണികൾ മടക്കി വയ്ക്കാണ്ടായിരുന്നു. അത് തലേദിവസത്തെ ആയിരുന്നു. രാവിലെ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതും കൂടി മടക്കി വെച്ചു. അപ്പം ഞാൻ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ മറ്റുള്ളവർക്കൊന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ല. പിന്നെ അതേപോലെ തന്നെ ഗിഫ്റ്റ് കിട്ടിയതിൻ്റെ വീഡിയോ ഇന്നലെ ഇട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ അതിലത്തെ ഐറ്റംസൊക്കെ വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ആ വീഡിയോ തന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം കേട്ടോ. അപ്പം ഞാനത് മറന്നുപോയി. അപ്പോൾ ഇന്ന് തന്നെ ഞാനത് പിൻ ചെയ്തിടാം. ആർക്കെങ്കിലും വാങ്ങിക്കണമെങ്കിൽ പിന്നെ അതിൻ്റെ ഷോർട്ട് വീഡിയോയും കൂടിയും ചെയ്യാം കേട്ടോ. 1-2 ദിവസത്തിനുള്ളിൽ എഡിറ്റ് ചെയ്ത് തീരാണ്ടാണ്. പിന്നെ ശ്രീ എന്ന് പറഞ്ഞൊരു കുട്ടി ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രീ ഒരു ഹായ്. അപ്പോൾ ഇനി നാളെ രാവിലെ 9 മണിക്ക് കാണാം. ഓക്കേ.